KSTA കായംകുളം ഉപജില്ലാ സമ്മേളനം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാജിമ കെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന KSTA കായംകുളം ഉപജില്ലാ സമ്മേളനം നടന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാജിമ കെ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് ധന്യ എസ് വേണു അധ്യക്ഷയായി. സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി PG ശുഭ രക്തസാക്ഷി പ്രമേയവും സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് NM അൻവർ അനുശോചന പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VS അനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ G കൃഷ്ണകുമാർ, R രതീഷ് കുമാർ, T മുനീർമോൻ, സബ് ജില്ലാ സെക്രട്ടറി K ബിനീഷ് കുമാർ, ട്രഷറർ D കിരൺ, വൈസ് പ്രസിഡന്റ് V അനിൽ ബോസ് എന്നിവർ സംസാരിച്ചു. മൂന്നാം ഘട്ട സമ്മേളനങ്ങളാണ് നടക്കുന്നത്. യൂണിറ്റ് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷമുള്ള ഉപജില്ലാ സമ്മേളനങ്ങൾ ഇന്നും നാളെയുമായി ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയാകാൻ പോവുകയാണ്. വരുന്ന 14-15 തീയതികളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെങ്ങന്നൂരിൽ വെച്ച് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുക. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഇതുപോലുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സമ്മേളനം നടത്തി പിരിയുക എന്നുള്ളതല്ല, മറിച്ച് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദ്ഘാടന സെഷനും അതേപോലെ തന്നെ സംഘടനാ റിപ്പോർട്ട് അവതരണം എന്ന് പറയുന്നത്. സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ മിക്കവാറും എല്ലാ മേഖലകളും ടീച്ചർ സംസാരിച്ചിരിക്കും. അന്തർദേശീയ, ദേശീയ, പ്രാദേശിക വിഷയങ്ങളെല്ലാം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് മാത്രം, അതേപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ്, അതുപോലുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ടീച്ചർ സൂചിപ്പിച്ച പോലെ പോരാടുക, നവകേരള സൃഷ്ടിക്കായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന KSTയുടെ 34ാമത് ഉപജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കൾക്കും അഭിവാദ്യം. ബാക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സഖാക്കൾ എല്ലാവരും വായിക്കണം. എല്ലാവരും ചേർന്ന് ഭാവി പ്രവർത്തനങ്ങളും നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും. അപ്പം നമുക്കുണ്ടായ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, നമുക്ക് ജില്ലാ അല്ലെങ്കിൽ സബ് ജില്ലാ സമ്മേളനത്തിന് മുമ്പ് യൂണിറ്റ് സമ്മേളനങ്ങൾ കൃത്യമായിട്ട് ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് കാരണമായി വന്നത് സബ് ജില്ലാ തലത്തിലുള്ള കലോത്സവം കായംകുളത്ത് ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. ഞാൻ കൺവീനറായ ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് വളരെ ഭംഗിയായിട്ട് നടന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ശാസ്ത്രമേള വന്നപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയാണ് അത് നടത്തിയത്. നമ്മുടെ പല സഖാക്കളും അവിടെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ കലോത്സവവും നമ്മുടെ ചുമതലയിലാണ് ഇവിടെ നടത്തപ്പെട്ടത്. അതിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറിയായി D കിരണിനെയും പ്രസിഡന്റായി ധന്യ എസ് വേണുവിനെയും ട്രഷററായി K വിനോദ് കുമാറിനെയും തെരഞ്ഞെടുത്തു. 32 അംഗ സബ് ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളനം ഡിസംബർ 14-15 തീയതികളിൽ ചെങ്ങന്നൂരിൽ നടക്കും. CDNet ന്യൂസ്, കായംകുളം.